ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ആയ ഫെഡ്നെറ്റ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇതിൻ്റെ ലോഗിൻ പാസ്വേഡ്. ഇത് ഓപ്പൺ ചെയ്യുന്നതിനുള്ള പാസ്വേഡ് മറന്നു പോകുന്നത്. അതെങ്ങനെയാണ് മറന്നുപോയ പാസ്വേഡ് കണ്ടുപിടിക്കുന്നതെന്നും അതുപോലെ വലിയ ട്രാൻസാക്ഷനുകൾ നടത്തുന്നതിനുള്ള ട്രാൻസാക്ഷൻ പാസ്വേഡ് അല്ലെങ്കിൽ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്നതിനും മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി തുടങ്ങിയ ചേഞ്ച് ചെയ്യുന്നതിനും ഒക്കെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ആവശ്യമാണ്. ഈ ട്രാൻസാക്ഷൻ പാസ്വേഡ് മറന്നുപോയാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതും എന്നും ഈ വീഡിയോയിൽ വിശദമായി കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ട്രാൻസാക്ഷൻ പാസ്വേഡോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നതിനുള്ള പാസ്വേഡോ മറ്റാരെങ്കിലും കാണുകയോ അത് ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കിത് മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് പഴയ ഈ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്വേഡ് മാറ്റി പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയുടെ അവസാനത്തിൽ കാണിക്കുന്നുണ്ട്. അധികം സമയം കളയുന്നില്ല, നേരെ വീഡിയോ കാണാം. ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള ഫെഡ്നെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പല പ്രാവശ്യം ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ശ്രമിച്ചിട്ടുണ്ടാവും. യൂസർ ഐ ഡി അവിടെ എൻ്റർ ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്കറിയായിരിക്കും. അല്ല എങ്കിൽ ഫർഗട്ട് യൂസർ ഐ ഡി എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് യൂസർ ഐ ഡി കണ്ടുപിടിക്കാവുന്നതാണ്. അതിനുശേഷം പാസ്വേഡ് ഓർമ്മ ഉള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ ചുവന്ന മഷിയിൽ അവിടെ ഇൻവാലിഡ് യൂസർ ഐ ഡി ഓർ പാസ്വേഡ്, അതായത് നിങ്ങൾ അടിച്ച പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ ഐ ഡി തെറ്റെന്ന് ഇവിടെ കാണാം. ഇതായിരിക്കും നിങ്ങളുടെ പ്രോബ്ലം. അതിന് ചെയ്യേണ്ടത് ഇവിടെ താഴെ ഫർഗോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. യൂസർ ഐ ഡി ശരിയാണെങ്കിൽ, പാസ്വേഡ് മറന്നു പോയിട്ടുള്ളത് ആണെങ്കിൽ ഫർഗട്ട് പാസ്വേഡ് എന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫർഗട്ട് പാസ്വേഡ് എന്ന് കാണിച്ചിരിക്കുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഇങ്ങനൊരു ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനൊരു ഇൻ്റർഫേസ് അവിടെ ഓപ്പൺ ആവും. അതായത് നമ്മുടെ യൂസർ ഐ ഡി നമുക്കറിയാമെന്നുള്ളതാണ്. യൂസർ ഐ ഡി അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിനുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ATM കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, മാസ്റ്റർ കാർഡ് ആയിരിക്കും, അതിൻ്റെ മുൻവശത്തുള്ള 16 അക്ക നമ്പർ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ATM കൗണ്ടറിൽ ഉപയോഗിക്കുന്ന ATMൻ്റെ പിന്ന് 4 അക്ക നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ATM കാർഡിൻ്റെ മുൻവശത്ത് ഈ 16 അക്ക നമ്പറിന് തൊട്ട് താഴെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് കാണും, അല്ലെങ്കിൽ വാലിഡിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞ് അതവിടെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. മിക്കവാറും 2021, 22 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ല 28. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഈ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെ ചുമന്ന മഷിയിൽ എഴുതിയിരിക്കുന്ന 5 അക്കങ്ങൾ അത് അതേപടി തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ഇത് ഒരു റോബോട്ടല്ല, മനുഷ്യനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഈ ആപ്ലിക്കേഷൻ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അതേപടി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാവും. വളരെ ഈസിയാണ്. ഇത്രയും നമ്മൾ വളരെ ക്ലിയറായിട്ട് അടിക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന പച്ച ബട്ടൺ നമുക്കവിടെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് അമർത്തുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസോടെ വീണ്ടും ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. നമുക്കവിടെ മുകളിൽ ഇത് എങ്ങനെയാണ് പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വിശദമായുണ്ട്. നമുക്കവിടെ പാസ്വേഡ് എന്ന് എഴുതിയിരിക്കുന്ന കാണാം. അതിൻ്റെ മുകളിലായി സെറ്റ് ഇൻ്റർനെറ്റ് ലോഗിൻ പാസ്വേഡ് അത് കണ്ടിട്ടുണ്ടാവും. ഏറ്റവും താഴെ സെറ്റ് ട്രാൻസാക്ഷൻ പാസ്വേഡ്. ഇത്രയും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും. ഇതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് മുകളിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. അതിൽ എഴുതിയിരിക്കുന്നത് മിനിമം 8 ക്യാരക്ടർ മുതൽ മാക്സിമം 16 ക്യാരക്ടർ. 8 ക്യാരക്ടറിനും 16 ക്യാരക്ടറിനും ഇടയിലായിരിക്കണം നമ്മൾ ഈ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. അതിൽ അക്കങ്ങൾ ഉണ്ടാവണം, അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ, സ്മാൾ ലെറ്റർ, പിന്നെ ഏതെങ്കിലും ഒരു ചിഹ്നം. ഇത്രയും ഇതിൽ മിനിമം ഉണ്ടായിരിക്കുകയും വേണം. നമുക്കവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സെറ്റ് ഇൻ്റർനെറ്റ് ലോഗിൻ പാസ്വേഡ് എന്ന് പറയുന്ന അവിടെ യെല്ലോ കളറിൽ എഴുതിയിരിക്കുന്ന ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. ഞാൻ ആദ്യം പാസ്വേഡ് അടിക്കുന്നു, അത് കഴിഞ്ഞ് കൊടുക്കാം. നമ്മളവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിന് തൊട്ട് താഴെ റെഡ് മോഡൽ വരും.
സ്ട്രെങ്ത് ആണ് അവിടെ കാണിക്കുന്നത്. കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുമ്പോൾ ഓറഞ്ച് കളർ വരും. അത് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടിയ പാസ്വേഡ് ആണെങ്കിൽ നമുക്ക് ഗ്രീൻ വരുന്നതും കാണാൻ സാധിക്കും. മിനിമം യെല്ലോ എങ്കിലും സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ പാസ്വേഡ് അംഗീകരിക്കുകയുള്ളൂ. ആദ്യം ചെയ്യേണ്ടതായിരുന്നു മുകളിലുള്ള സെറ്റ് ഇൻ്റർനെറ്റ് ലോഗിൻ, അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നാൽ മാത്രം നമ്മൾ സെലക്ട് ചെയ്തു പാസ്വേഡ് ആണ്. അതിനുശേഷം നമ്മൾ മുകളിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത അതേ പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്യുക. ഒരിക്കൽ കൂടെ അതേപടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മുകളിൽ ചെയ്ത ഒരു അക്കം പോലും ക്യാരക്ടർ പോലും നമ്മൾ മാറാൻ പാടില്ല. അതിന് തൊട്ട് താഴെ സെറ്റ് ട്രാൻസാക്ഷൻ പാസ്വേഡ്. നമുക്ക് ട്രാൻസാക്ഷൻ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതും അവിടെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഈ ട്രാൻസാക്ഷൻ പാസ്വേഡും അതേ പാസ്വേഡ് അടിച്ച പോലെ തന്നെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ട്രാൻസാക്ഷൻ പാസ്വേഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വലിയ ട്രാൻസാക്ഷനുകൾ നടത്തുവാൻ ഈ ട്രാൻസാക്ഷൻ പാസ്വേഡ് ആവശ്യമാണ്. അതേപോലെ നമ്മുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി നമ്പർ, മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ട്രാൻസാക്ഷൻ പാസ്വേഡ് അത്യാവശ്യമാണ്. അത് മറന്നു പോയിട്ടുണ്ടെങ്കിലാണ് നമുക്കത് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഞാൻ മുകളിൽ കാണിച്ചതുപോലെ തന്നെ താഴെ ട്രാൻസാക്ഷൻ പാസ്വേഡും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ കാണുന്നതിൽ അതേപടി തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ഞാനിവിടെ രണ്ടും സെറ്റ് ചെയ്തു. അതിനുശേഷം ഇവ കൃത്യമാണെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ നമ്മളവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുകളിൽ വരച്ച് കാണിച്ചു. അതിനുശേഷം സെറ്റ് ട്രാൻസാക്ഷൻ പാസ്വേഡ് അത് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം ഏറ്റവും താഴെയുള്ള പച്ച ബട്ടൺ കണ്ടിന്യൂ എന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ പാസ്വേഡിൽ തെറ്റുണ്ടെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകില്ല. നമ്മൾ വീണ്ടും നമ്മൾ ആ മുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുക. അതിനുശേഷം ഒരിക്കൽ കൂടെ പാസ്വേഡ് മാറ്റി ചെയ്യുക. അതായത് നമ്മൾ മുൻപിൽ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡാണ് വീണ്ടും ടൈപ്പ് ചെയ്താൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ആവില്ല. പുതിയൊരു പാസ്വേഡ് വേണം സെറ്റ് ചെയ്യാൻ. മിനിമം 3 പ്രാവശ്യത്തിന് മുന്നേ ഉള്ളതായി ചെയ്താൽ മാത്രമേ ആവുകയുള്ളൂ. കണ്ടിന്യൂ കൊടുക്കുമ്പോഴേക്കും ഒരു മെസ്സേജ് നമുക്ക് വരും. അതുപോലെ തന്നെ പാസ്വേഡ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമുക്കിവിടെ എഴുതി കാണിക്കും. മെസ്സേജ് നമ്മൾ പാസ്വേഡ് മാറ്റിയെന്നുള്ള മെസ്സേജ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് കാണാം പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുള്ളി, നമ്മുടെ പാസ്വേഡും മാറ്റിയിട്ടുണ്ട്. നമുക്കിനി താഴെയുള്ള ഗോ ടു ലോഗിൻ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മൾ ചെയ്ത പാസ്വേഡ് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് നേരെ ആദ്യ ആപ്ലിക്കേഷൻ്റെ വിൻഡോയിലേക്ക് വന്നു. ഇനി നമുക്ക് അറിയാവുന്ന യൂസർ ഐ ഡി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. യൂസർ ഐ ഡി അറിയില്ല എങ്കിൽ ഇവിടെ താഴെ കാണാം ഫർഗോട്ട് യൂസർ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണാം. ലോഗിങ്ങിൻ്റെ താഴെ വലത് സൈഡ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ യൂസർ ഐ ഡി കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ ചേഞ്ച് ചെയ്ത പാസ്വേഡ് നമ്മൾ പുതുതായി ഉണ്ടാക്കിയെടുത്ത പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫെഡ്നെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാസ്വേഡ് മറന്നുപോയെങ്കിലാണ് ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പാസ്വേഡ് മറ്റാരെങ്കിലും കാണുകയോ നമുക്ക് ഈ പാസ്വേഡ് മാറ്റാനോ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ എടുക്കാം. ഏറ്റവും മുകളിൽ ഇടത് സൈഡ് 3 വര കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണാം. അതിലേറ്റവും താഴെ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ കാണിക്കാം. മൈ പ്രൊഫൈൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിനാണ്, മാറ്റുന്നതിന്. ആദ്യം കാണിച്ചത് പ്രൊഫൈൽ പാസ്വേഡ് മറന്നുപോയെങ്കിൽ കണ്ടുപിടിക്കാനാണ്. ഇത് നമുക്ക് പാസ്വേഡ് അറിയാം, വീണ്ടും വേറൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം നമ്മൾ കണ്ടതുപോലെ തന്നെ എങ്ങനെ പാസ്വേഡിൻ്റെ സെറ്റ് ചെയ്യാമെന്ന് അവിടെ കാണാം. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പാസ്വേഡ് നമുക്ക് മാറ്റണമെന്ന് തോന്നുന്ന ആ പാസ്വേഡ് അവിടെ ഓൾഡ് പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പുതുതായി ഒരു പാസ്വേഡ് ന്യൂ പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതേ പാസ്വേഡ് കൺഫേം പാസ്വേഡ് അടിക്കുക. ട്രാൻസാക്ഷൻ പാസ്വേഡ് മാറ്റണമെങ്കിൽ അതിന് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇതേപടി നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ
ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ നമുക്ക് പാസ്വേഡ് മാറ്റാം. ഈ പാസ്വേഡ് മാറ്റുന്നത് ആരെങ്കിലും നമ്മുടെ പാസ്വേഡ് കണ്ടുപിടിച്ച് അത് ദുരുപയോഗം ചെയ്യുന്നു നമുക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ് പാസ്വേഡ്. അല്ലെങ്കിൽ പാസ്വേഡ് മാറ്റേണ്ട കാര്യമില്ല. ബാങ്കുകൾ സാധാരണ പറയുന്നത് 6 മാസത്തിലൊരിക്കൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നാണ്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ഇവിടെ ചേഞ്ച് ട്രാൻസാക്ഷൻ പാസ്വേഡ്, അതും നമുക്ക് പഴയ പാസ്വേഡ് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ വഴി നമുക്ക് പഴയ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പുതിയ ട്രാൻസാക്ഷൻ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം കാണിച്ചത് പാസ്വേഡ് മറന്നുപോയെങ്കിൽ എന്നുള്ളതിനാണ്. ഇപ്പോൾ കാണിക്കുന്നത് അറിയാവുന്ന പാസ്വേഡ് തന്നെ നമുക്ക് മാറ്റി പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിനാണ്. ഇവ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും.